أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حرمت عليكم أمهاتكم وبناتكم وأخواتكم وعماتكم وخالاتكم ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ച എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും കാരുണ്യവാനായ തമ്പുരാൻ അവൻ്റെ വിശാലമായ മകപ്പുറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശിഷ്ടജീവിതത്തിൽ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാനും അവസാനം ഈമാനോടുകൂടി ലോകത്തോട് വിട പറയാനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, വേണ്ടപ്പെട്ട എല്ലാവർക്കും അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു പരിപൂർണമായ ശിഫ പ്രദാനിക്കുമാറാകട്ടെ. എത്രയും പെട്ടെന്ന് രോഗങ്ങൾ സുഖപ്പെട്ട് ആരോഗ്യത്തോടെ ദീർഘായുസ്സോടെ ഭൂമിയിൽ ജീവിക്കാൻ അല്ലാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു സാമ്പത്തിക വിശാലതയും ബറക്കത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് പല നിലയ്ക്കും പ്രയാസപ്പെടുന്ന ആളുകൾ, യുദ്ധക്കെടുതികൾ അനുഭവിക്കുന്ന ആളുകൾ, അല്ലാഹു എല്ലാവർക്കും ആശ്വാസം നൽകുമാറാകട്ടെ. അല്ലാഹു പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുമാറാകട്ടെ. യുദ്ധപ്രതിയന്മാരായ അമേരിക്കയ്ക്കും ഇസ്രായേലിനും അല്ലാഹു പരാജയം കൊടുക്കുമാറാകട്ടെ. ആയിരത്തി 1789 മുതൽ 1799 വരെ നീണ്ടുനിന്ന ഫ്രാൻസിലെ ഫ്രഞ്ച് വിപ്ലവം, ആ വിപ്ലവത്തെ തുടർന്ന് ഫ്രാൻസിലുണ്ടായ ഒരു നിയമമാറ്റമാണ് ഇൻസെസ്റ്റ് അഥവാ രക്തബന്ധത്തിൽപ്പെട്ടവരുമായുള്ള ലൈംഗിക ബന്ധം, അതുപോലെ സുവർഗ വിവാഹം, ഇത് രണ്ടും ക്രിമിനൽ കുറ്റമല്ലാതാക്കി എന്നുള്ളത്. അതുവരെ അത് ഫ്രഞ്ചിൽ ക്രിമിനൽ കുറ്റമായിരുന്നു. പക്ഷെ ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നത് ക്രിമിനൽ കുറ്റമല്ലാതാക്കി മാറ്റിയപ്പോൾ 18 വയസ്സ് തികഞ്ഞ ആരുമായി ഉഭയസമ്മതപ്രകാരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന നിയമം കൊണ്ടുവന്നു. അതൊരു ക്രിമിനൽ കുറ്റമല്ലാതാക്കി മാറ്റി. അതിനെ തുടർന്ന് ഫ്രാൻസിലുണ്ടായ അരാജകത്വം, ആ അരാജകത്വത്തെ തുടർന്ന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിൻ്റെ ശിശുക്ഷേമ സമിതിയുടെ സെക്രട്ടറി അന്താരാഷ്ട്ര ന്യൂസ് ഏജൻസികളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടൊരു കാര്യം പറഞ്ഞു. അവർ പറഞ്ഞത്, ഞങ്ങളുടെ രാജ്യത്തുണ്ടായ നിയമമാറ്റം രാജ്യത്തെ വല്ലാതെ അരാജകത്വത്തിലേക്ക് കൊണ്ടുപോയി. ഇൻസെസ്റ്റ് രാജ്യത്ത് അനുവദിക്കപ്പെട്ടപ്പോൾ അടുത്തിടെ രാജ്യത്ത് നടത്തിയ ഒരു സർവേയിൽ നിന്ന് കിട്ടിയ ഫലമനുസരിച്ച് ഫ്രാൻസിലെ 10ൽ ഒരാൾ ഇൻസെസ്റ്റിന് വിധേയമായി എന്നാണ് പഠനം മനസ്സിലാക്കി തരുന്നത്. അതിൽ 78% സ്ത്രീകളാണ്. അഥവാ രക്തബന്ധത്തിലുള്ളവർ തമ്മിലുള്ള ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ 78% സ്ത്രീകളിൽ ഫ്രാൻസിൽ ഉണ്ടായി കഴിഞ്ഞു. 10% ആളുകളും ഇത്തരത്തിലുള്ള ബന്ധങ്ങൾക്ക് അടിമപ്പെട്ട് കഴിഞ്ഞു. ഏതാണ്ട് ഒരു 10% മാത്രമാണ് പരാതിയുമായി എത്തിയത്. അതിൽ 1% മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത് എന്ന് അവർ പറയുന്നുണ്ട്. എന്നിട്ടവർ പറഞ്ഞൊരു കാര്യം, ഫ്രാൻസ് കാതലായൊരു ചുവടുമാറ്റത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഞങ്ങൾ ആ നിയമം മാറ്റുകയാണ്. ഇൻസെസ്റ്റിനെ ക്രിമിനൽ കുറ്റമായി ഉൾപ്പെടുത്താൻ വേണ്ടി ഫ്രാൻസ് തീരുമാനിക്കുകയാണ്. ഡെൻമാർക്ക്, നമുക്കറിയാം, ഡെൻമാർക്ക് യുവാക്കൾക്കിടയിൽ നടത്തിയ ഒരു പഠനത്തിൽ കിട്ടിയ റിപ്പോർട്ട്, ഡെൻമാർക്കിലെ യുവാക്കൾ ശവഭോഗത്തെ അനുകൂലിക്കുന്നു എന്നുള്ളതാണ്. ജപ്പാൻ മൃഗഭോഗം അനുവദിക്കുന്ന രാജ്യമാണ് ജപ്പാൻ മാത്രമല്ല, യൂറോപ്പിലെ ധാരാളം രാജ്യങ്ങൾ അത് നിയമവിധേയമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്വവർഗ വിവാഹങ്ങളും പല രാജ്യങ്ങളും അംഗീകരിച്ചിട്ടുണ്ട്. പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഇത് നിയമവിധേയമാക്കാൻ വേണ്ടി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്.
ഇവരെല്ലാം പറയുന്ന ന്യായം, നമ്മൾ ഇത് ധാർമ്മികമായി തെറ്റാണ്, സദാചാര വിരുദ്ധമാണെന്ന് പറയുമ്പോൾ ഇതിനെ ഗണ്ണിക്കുന്ന രീതിയിൽ നമ്മുടെ വാദഗതികളെ ഗണ്ണിക്കുന്ന യുക്തിപരമായ മറുപടികളാണ് അവർക്ക് പറയാനുള്ളത്. അവർ പറയുന്നത് ഈസ്റ്റസിൽ എന്താണ് തെറ്റിയിരിക്കുന്നത്, അതുകൊണ്ട് എന്താണ് പ്രശ്നം, അതുകൊണ്ട് വരാനുള്ള അപകടങ്ങളെ തരണം ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ശാസ്ത്രം ഇന്ന് വളർന്നിട്ടുണ്ട്. രക്തബന്ധത്തിൽപ്പെട്ടവർ തമ്മിലുണ്ടാകുന്ന ബന്ധം കൊണ്ട് ജനിതകമായ പ്രശ്നങ്ങളാണ് നിങ്ങൾ ഭയപ്പെടുന്നതെങ്കിൽ ഇന്ന് അത്തരത്തിലുള്ള ജനിതകമായ പ്രശ്നങ്ങളെ മറികടക്കാൻ മെഡിക്കൽ സയൻസ് വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിച്ചാൽ അതിനൊരു പ്രശ്നവുമില്ല. കുട്ടികൾ ഉണ്ടാകുമ്പോഴാണല്ലോ ജനിതക പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇൻസെസ്റ്റിൽ ഏർപ്പെടുന്ന ആളുകൾ കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിച്ചാൽ അങ്ങനെ ഒരു പ്രശ്നത്തെ ഭയപ്പെടാനേ ഇല്ല. പിന്നെന്താണ് കുഴപ്പം? പിന്നെ രണ്ടുപേര് തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവിടെ കൺസെന്റ് ആവശ്യമാണ്, അനുവാദം വേണം. അതുകൊണ്ടാണ് മൃഗഭോഗവും ശവഭോഗവും നിങ്ങൾ നിരോധിക്കുന്നതെങ്കിൽ അവിടെയും അവർക്ക് പറയാനുള്ള വ്യക്തിയുണ്ട്. ഒരു ആൺമൃഗം പെൺമൃഗത്തെ സമീപിക്കുമ്പോൾ അനുവാദം ചോദിക്കാറില്ല, അവിടെ കൺസെന്റിന്റെ വിഷയമില്ല. അത് മൃഗങ്ങൾക്കാകാമെങ്കിൽ മനുഷ്യൻ എന്തുകൊണ്ടായിക്കൂടാ? അതുകൊണ്ട് മൃഗഭോഗത്തെ അവരുടെ യുക്തി ഉപയോഗിച്ച് ന്യായീകരിക്കുകയാണ്, ശവഭോഗത്തെയും യുക്തി ഉപയോഗിച്ചുകൊണ്ട് ഇവർ ന്യായീകരിക്കുകയാണ്. ഇവിടെയാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമും യുക്തിവാദവും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ഇപ്പോൾ അതാണല്ലോ പ്രശ്നം. ലണ്ടനിൽ പോയി പരിശുദ്ധ ഖുർആനിൽ സ്വന്തം മകളെ വിവാഹം ചെയ്യാൻ ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പരാജയപ്പെട്ട് അത് തെളിയിക്കാൻ കഴിയാതെ തിരിച്ചു പോകുന്ന ഒരാൾ. ഇത്തരത്തിലുള്ള സ്വതന്ത്ര ചിന്താഗതിക്കാരും യുക്തിവാദികളും എപ്പോഴും പറയാറുള്ള വിഷയങ്ങളിൽ പ്രധാനപ്പെട്ടത് ധാർമ്മികതയുമായി ബന്ധപ്പെട്ട, സദാചാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ്. ലോക ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു സ്ഥലത്തും സ്വന്തം ജാരസന്തതിയെ വ്യഭിചാരത്തിനോട് ജനിച്ച തന്റെ മകളെ വിവാഹം കഴിക്കണമെന്നൊരാവശ്യമായി ആരും വന്നിട്ടില്ല, ഒരു മുസ്ലിമും വന്നിട്ടില്ല, ഒരു മഹല്ലിലും അങ്ങനെ ഒരു അപേക്ഷ വന്നിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്കങ്ങനെ ഒരു കേട്ടുകേൾവിയില്ല. അങ്ങനത്തെ ഒരു വിഷയമാണ് ഇത്തരം ആളുകൾ, ഈ സ്വതന്ത്ര ചിന്താഗതിക്കാരും യുക്തിവാദികളും ഖുർആനിനെ കൂട്ടുപിടിച്ചുകൊണ്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. കാരണം ഇവരുടെയൊക്കെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കുത്തടിഞ്ഞ ലൈംഗികതയാണ് ഇവരുടെ ആവശ്യം. തുറന്ന സെക്സിന് തടസ്സം നിൽക്കുന്നത് മതമാണ്, പ്രത്യേകിച്ച് ഇസ്ലാമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇസ്ലാമിൽ തന്നെ ഇത്തരത്തിലുള്ള അശ്ലീലതകൾ ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്താൻ വേണ്ടി നുണ പറഞ്ഞുകൊണ്ട് പലപ്പോഴും ഖുർആനിനെ മുറുകെ പിടിക്കാൻ, ഖുർആനിനെ കൂടെ നിർത്താൻ അവർ ശ്രമിക്കുന്നത്. അവിടെയാണ് പരിശുദ്ധ ഇസ്ലാം യുക്തിവാദവുമായി സ്വതന്ത്രവാദവുമായി വേർപ്പെടുന്ന മേഖല. യുക്തിവാദത്തെ സംബന്ധിച്ചിടത്തോളം, സ്വതന്ത്ര ചിന്താഗതിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരങ്ങൾ അവർ കൊടുക്കും, ചോദ്യം ചോദിക്കാം. പക്ഷെ ഇസ്ലാം അങ്ങനെയല്ല. ഇസ്ലാം ചോദ്യം ചോദിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കും, പക്ഷേ ചോദ്യം ചോദിക്കാവുന്ന മേഖലയിലെ ചോദ്യം ചോദിക്കാൻ പാടുള്ളൂ. എല്ലായിടത്തും ചോദ്യം ചോദിക്കാൻ അവകാശമില്ല. ചില സ്ഥലങ്ങളിൽ വിശ്വാസം അന്ധം തന്നെയാണ്, അന്ധമായൊരു വിശ്വാസമാണ്. യുക്തിചിന്ത അങ്ങനെയല്ല, സ്വതന്ത്ര ചിന്ത അങ്ങനെയല്ല, അവിടെ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും. പക്ഷെ പരിശുദ്ധ ഇസ്ലാം പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കണം, നിങ്ങൾ ചിന്തിക്കണം. എത്ര സ്ഥലത്താണ് ഖുർആൻ എന്തി അവർ ആലോചിക്കാത്തത്, എന്തി അവർ ചിന്തിക്കാത്തതെന്ന് എത്ര സ്ഥലത്ത് ഖുർആൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ചിന്തിക്കാനും ആലോചിക്കാനും ബുദ്ധി പ്രയോഗിക്കാനും പ്രോത്സാഹിപ്പിച്ചൊരു മതമാണ് പരിശുദ്ധ ഇസ്ലാം. യുക്തിചിന്തയ്ക്ക് ഇസ്ലാം എതിരല്ല. പക്ഷേ ബുദ്ധിക്ക് കടന്നു ചെല്ലാവുന്ന മേഖലകളിൽ മാത്രമേ ബുദ്ധി ഉപയോഗിക്കാൻ പാടുള്ളൂ. അതാണ് ഇസ്ലാമിന്റെ നിലപാട്. എല്ലാ മേഖലകളിലേക്കും ബുദ്ധിയെ വിഹരിക്കാൻ വിടാൻ പാടില്ല. പ്രത്യേകിച്ച് ധാർമ്മികതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അവിടെ ബുദ്ധിക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല. അവിടെ ചോദ്യങ്ങൾ അവസാനിക്കേണ്ടതുണ്ട്. അതാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിലപാടെന്ന് പറയുന്നത്. കാരണം മനുഷ്യന്റെ ബുദ്ധി എന്ന് പറയുന്നത് പരിമിതമാണ്, വിശ്വാസം എന്ന് പറയുന്നത് വിശാലമാണ്. ഇപ്പൊ ഈ ഇരിക്കുന്ന നമ്മൾ ആരും നമ്മുടെ വാപ്പയെ വാപ്പയാണെന്ന് വിശ്വസിക്കുന്നത് DNA ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടല്ല. നമ്മുടെ ഒരു സ്ത്രീയിലുള്ള വിശ്വാസമാണിത്. ഒരു സ്ത്രീയിലുള്ള വിശ്വാസത്തിന്റെ പേരിലാണ് നാം നമ്മുടെ വാപ്പയെ വാപ്പയെന്ന് വിളിക്കുന്നത്.
അപ്പോൾ വിശ്വാസമാണത്. മനുഷ്യന്റെ ബുദ്ധിക്ക് പരിമിതികളുണ്ട്. വിശ്വാസം എന്ന് പറയുന്നത് വിശാലമായൊരു മേഖലയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഇസ്ലാം ചില സ്ഥലങ്ങളിൽ, ചില മേഖലകളിൽ മനുഷ്യൻ ബുദ്ധിപരമായി ചിന്തിച്ചുകൊണ്ട് മറുപടി കണ്ടെത്താൻ ശ്രമിക്കാതെ മനുഷ്യനെ സൃഷ്ടിച്ച, മനുഷ്യനെ സംരക്ഷിക്കുന്ന ഒരു സൃഷ്ടാവിനെ ആശ്രയിക്കണമെന്ന് പറയുന്നു. അവിടെ നിയമങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അധികാരമുള്ള ആളാരാണ്? അയാളെ ആശ്രയിക്കണം. നമ്മൾ വിശ്വസിക്കുന്നത് ഈ അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ച പടച്ചതമ്പുരാനാണ് അതിനുള്ള അർഹതയുള്ളത്. അതുകൊണ്ട് പടച്ചവൻ എന്താണോ ആ വിഷയത്തിൽ പറഞ്ഞത് അവിടെ നിൽക്കുക, അതിനപ്പുറത്തേക്ക് ചോദിക്കാതിരിക്കുക. നമ്മളൊരു ഇലക്ട്രിക് ഉപകരണം വാങ്ങാൻ വേണ്ടി ഒരു കടയിൽ ചെന്നാൽ ആ ഇലക്ട്രിക് ഉപകരണത്തിനോടൊപ്പം തന്നെ അതിൻ്റെ ഒരു യൂസേജ് മാനുവൽ നമുക്ക് തരും. അതെങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നൊരു മാനുവൽ, ഒരു നിയമം സംഹിത, ഒരു പുസ്തകം തരും. അതനുസരിച്ച് ആ ഉപകരണം ഉപയോഗപ്പെടുത്തുമ്പോഴാണ് അത് കേടുവരാതിരിക്കുക. അതതിൻ്റെ കമ്പനി തരുന്നതാണ്. ആ യൂസേജ് മാനുവൽ കമ്പനിയുടേതാണെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ പിന്നെ കമ്പനിയോട് ചോദ്യങ്ങളില്ല. ഇവിടെ ഈ മനുഷ്യനെ സൃഷ്ടിച്ച പടച്ച തമ്പുരാന്റേതാണ് പരിശുദ്ധ ഖുർആൻ എന്നൊരാൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, അയാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ട് അങ്ങനെയെന്ന് ചോദ്യത്തിന് പ്രസക്തിയില്ല. അതിൽ യുക്തിയില്ലാത്തത് കൊണ്ടല്ല, അത് ചോദിക്കാതിരിക്കലും അതിനെ അങ്ങനെ വിശ്വസിക്കലുമാണ് യഥാർത്ഥത്തിൽ അതിന്റെ ലോജിക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ മക്കൾ അനുസരണക്കേട് കാണിക്കുമ്പോൾ ചിലപ്പോൾ പറയും, എടാ നിന്നേക്കാൾ എനിക്കറിയാം. ഇതൊരു രക്ഷിതാവ് പറയുന്നത് ചെറുപ്പം മുതലുള്ള ആ കുട്ടിയുടെ ശീലങ്ങളും അവന്റെ ചേഷ്ടകളും അവന്റെ സ്വഭാവങ്ങളും ആ പിതാവിന് അറിയാവുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നിന്നേക്കാൾ നിനക്ക് എന്നെ അറിയാമെന്നൊരു വാപ്പ മകനോട് പറയുന്നത്. ഈ പടച്ചതമ്പുരാനാണ് ഈ മനുഷ്യനെ മുഴുവനും സൃഷ്ടിച്ചത്. മനുഷ്യന്റെ ശീലങ്ങളെ കുറിച്ച്, മനുഷ്യന്റെ ഇഷ്ടാനിഷ്ടങ്ങളെ കുറിച്ച് വളരെ കൃത്യമായി അറിയുന്ന പടച്ചതമ്പുരാന്റെ നിയമമാണ് ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബുദ്ധിമാനായ മനുഷ്യൻ ചെയ്യേണ്ടത് അവൻ ഈ ശരീഅത്തിനെ അനുസരിക്കുക, ശരീഅത്തിന് വഴിപ്പെടുക, അതിന് വിധേയനാവുക എന്നുള്ളതാണ്. അവിടെ ശരീഅത്തിനെ ചോദ്യം ചെയ്യുക എന്നുള്ളതല്ല. തന്നെയല്ല, ഈ പരിശുദ്ധമായ ഖുർആൻ, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ, ഇതാണ് ഇസ്ലാമിക ശരീഅത്തിന്റെ സ്രോതസ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ശരിയാണോ എന്ന് ബുദ്ധി ഉപയോഗിച്ച് ഒരാൾക്ക് പരിശോധിക്കാം. ഖുർആൻ അള്ളാഹുവിന്റെ വചനമാണോ? ബുദ്ധി ഉപയോഗിച്ച് പരിശോധിക്കാം. ഈ ഹദീസ് തിരുനബി പറഞ്ഞതാണോ? അത് അന്വേഷിക്കാം. ഇത് അള്ളാഹുവിന്റെ വചനമാണെന്ന് മനസ്സിലായാൽ അതിനെ അംഗീകരിക്കുക, അതിനപ്പുറത്ത് ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു ബുദ്ധിമാൻ ചെയ്യേണ്ടത്. അതിനെ മനുഷ്യന് കഴിയും. കാരണം വിശുദ്ധ ഖുർആനിലുള്ള മുഴുവൻ കാര്യങ്ങളെയും അതിന്റെ ലോജിക്ക് അന്വേഷിച്ച് യുക്തിപരമായി അതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല. നബിതങ്ങളുടെ ഇസ്രാവും മിഅ്റാജും, പ്രവാചകന്റെ ആകാശയാത്ര എങ്ങനെയാണ് ഇന്നത്തെ ഒരു ബുദ്ധിമാനായ മനുഷ്യൻ അവന്റെ ലോജിക്ക് കൊണ്ട് മനസ്സിലാക്കുക? അവൻ അംഗീകരിക്കാൻ കഴിയില്ല. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാറ്റിലൂടെ സഞ്ചരിച്ചു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഒരു മാസത്തെ വഴിദൂരം രാവിലെയും വൈകുന്നേരം ഒരു മാസത്തെ വഴിദൂരം, ഒരു ദിവസം 2 മാസത്തെ വഴിദൂരം സഞ്ചരിക്കുമെന്ന് ഖുർആൻ പറയുന്നു. എങ്ങനെയാണ് ഒരു ലോജിക് ബുദ്ധിമാനായ മനുഷ്യൻ അവന്റെ യുക്തി കൊണ്ട് എങ്ങനെയാണ് ഇത് ഉൾക്കൊള്ളുക? അവിടെ അവൻ ചെയ്യേണ്ടത് പടച്ചവന്റെ കലാമാണ് ഖുർആൻ എന്ന് മനസ്സിലായാൽ അതിനെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അവിടെ ചോദ്യത്തിന് പ്രസക്തിയില്ല. ചോദ്യങ്ങൾ അവിടെ അവസാനിച്ചു. യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം, സ്വതന്ത്ര ചിന്തകരെ സംബന്ധിച്ചിടത്തോളം ബയോളജിക്കലായ ജന്മത്തെ മാത്രമേ അംഗീകരിക്കാൻ കഴിയുള്ളൂ. ഒരു ഉമ്മ പ്രസവിച്ചാൽ ഒരു കുട്ടി ഉണ്ടാകും. ഇത് മാത്രം അംഗീകരിക്കുന്ന ഒരാൾക്ക് ഖുർആനിൽ ആദം നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു തആല മാതാവും പിതാവും ഇല്ലാതെ സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട്. എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? അവിടെ ചോദ്യമില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിതാവില്ലാതെ സൃഷ്ടിച്ചു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. എങ്ങനെയാണ് ബയോളജിക്കലായ ജന്മം മാത്രം അംഗീകരിക്കുന്ന ഒരു യുക്തിവാദിക്ക്, ഒരു സ്വതന്ത്ര ചിന്താഗതിക്കാരന് ഇത് അംഗീകരിക്കാൻ കഴിയുക? അപ്പൊ അവിടെ ചോദ്യമില്ല. ചോദ്യങ്ങൾ അവിടെ അവസാനിക്കണം. അതാണ് ചോദ്യങ്ങൾ അവസാനിക്കുന്നത് അവിടെ. അതാണ് ഈ ബുദ്ധി എന്ന് പറയുന്നത്. മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കാൻ, ഒരു സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കാൻ, ഒരു നരകമുണ്ടെന്ന് വിശ്വസിക്കാൻ, അത് പരിശുദ്ധ ഖുർആനിൽ പറയുന്നതെടുത്ത് നിൽക്കുക, അത് അംഗീകരിക്കുക. അല്ലെങ്കിൽ കഴിഞ്ഞോണമെന്നില്ല. മനുഷ്യന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടോ യുക്തിപരമായി ചിന്തിച്ചുകൊണ്ടോ ഒരു സ്വർഗ നരകമുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞോണമെന്നില്ല. അതുകൊണ്ടാണല്ലോ EMS ബുദ്ധി ഉണ്ടായിരുന്നില്ലേ? EMS മരിച്ച സമയത്ത് കേരളത്തിലെ മലയാളത്തിലെ പത്രങ്ങൾ എഴുതിയത് ലോജിക്കൽ സയൻസിൽ കേരളങ്ങളുടെ ഏറ്റവും വിദഗ്ധനായ മനുഷ്യൻ എന്ന് എഴുതിയത്. ആ മനുഷ്യന് ബുദ്ധി ഉണ്ടായിരുന്നു.
ലോജിക്കൽ സയൻസിൽ വിദഗ്ധനായിരുന്നു. പക്ഷേ മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന് കണ്ടെത്താൻ അദ്ദേഹത്തിന്റെ ബുദ്ധി കൊണ്ട് കഴിഞ്ഞില്ല. അത് കഴിയില്ല. അതേ ലോജിക്കൽ സയൻസ് നമ്മളും പഠിക്കുന്നുണ്ട്. അദ്ദേഹം AKU സെന്ററിൽ നിന്നും ഇംഗ്ലീഷ് ഭാഷയിൽ പഠിച്ചെങ്കിൽ ഞങ്ങൾ മതപണ്ഡിതന്മാർ പള്ളി ദർസുകളിൽ നിന്നും അദ്ദേഹം പഠിച്ച അതേ ലോജിക്കൽ സയൻസ് പഠിച്ചിട്ടുണ്ട്. അറബിയിലാണ് പഠിച്ചത്, പള്ളിയിൽ നിന്നാണ് പഠിച്ചത്. ഞങ്ങളെ പഠിപ്പിച്ചത് അതിനകത്ത് തെറ്റുണ്ടാകാമെന്ന്. അതുകൊണ്ടാണ് ധാരാളം മുദരിസുമാർ, കീഴന കുഞ്ഞബ്ദുള്ള മുസ്ലിയാരെ പോലുള്ള കേരളം കണ്ട പ്രഗത്ഭരായ മുദരിസുമാർ മന്ദിക്ക് പഠിപ്പിക്കുന്ന കിതാബുകൾ, ഹിക്മത്ത് പഠിപ്പിക്കുന്ന മൈബദി പോലുള്ള ഗ്രന്ഥങ്ങൾ പള്ളികളിൽ ദർസ് നടത്തിയിരുന്നില്ല. കാരണം ഇതൊക്കെ ലോജിക്കൽ സയൻസ് പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളാണ്. അതിന് ഇമാം ഗസാലി പറഞ്ഞ കാരണം ലോജിക്കൽ സയൻസിൽ ഹിക്മത്തിലും മന്ദിക്കിലൊക്കെ തെറ്റുകൾ ഉണ്ടാകാം, കുഫറും ബിദ്അത്തും ഉണ്ടാകാം. അത് പള്ളിയിലിരുന്ന് പഠിപ്പിക്കരുതെന്നാണ്. അപ്പൊ ഒരു മനുഷ്യന്റെ യുക്തി കൊണ്ടൊരു പക്ഷേ പരലോകം കണ്ടെത്താൻ കഴിഞ്ഞോളന്നില്ല. അതുകൊണ്ടാണ് കാരശ്ശേരി പറഞ്ഞത് എനിക്ക് സ്വർഗം വേണ്ട. എമ്മൻ കാരശ്ശേരി തുറന്നു പറഞ്ഞു എനിക്ക് സ്വർഗം വേണ്ട. കാരണം നിങ്ങളുടെ ഖുർആൻ പരിചയപ്പെടുത്തുന്ന സ്വർഗത്തിൽ 4 നദിയുണ്ട്. ഒന്ന് കള്ളിന്റെ നദിയാണ്, ഞാൻ കള്ളുടിക്കാറില്ല. പാലിന്റെ നദിയാണ് മറ്റൊന്ന്, എനിക്ക് പാൽ ഇഷ്ടമല്ല. പിന്നെ തേനിന്റെ നദിയാണ്, എനിക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് തേനും വേണ്ട. പിന്നെ വെള്ളത്തിന്റെ നദിയാണ്, വെള്ളം കുടിക്കാൻ മാത്രം സ്വർഗത്തിൽ പോകണമെന്ന് എമ്മൻ കാരശ്ശേരി ചോദിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ ബുദ്ധി കൊണ്ട്. അദ്ദേഹം വലിയ പണ്ഡിതനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ മരണാനന്തരം ജീവിതമുണ്ടെന്നും ഒരു സ്വർഗമുണ്ടെന്നും കണ്ടെത്താൻ കഴിയില്ല. അതിന് ഖുർആൻ വിശ്വസിക്കണം. ജവഹർലാൽ നെഹ്റു വലിയ ബുദ്ധിമാനായിരുന്നു. അദ്ദേഹം വലിയ ബുദ്ധിമാനാണ്. ഇന്ത്യ കണ്ട വിശ്വചരിത്ര സംഗ്രഹം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വേൾഡ് ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതി വെച്ചത് മുഹമ്മദ് നബി ഇല്ലായിരുന്നെങ്കിൽ ലോകം ഇരുളടഞ്ഞതാകുമായിരുന്നു എന്ന്. നെഹ്റുവിന്റെ വാക്കാണ്. മുഹമ്മദ് നബി ഇല്ലായിരുന്നെങ്കിൽ ടെക്നോളജി ഉണ്ടാകുമായിരുന്നില്ല, സയൻസ് ഉണ്ടാകുമായിരുന്നില്ല, ലോകത്ത് ഭാഷകൾ ഉണ്ടാകുമായിരുന്നില്ല, വൻകരകൾ തമ്മിൽ ബന്ധങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല എന്ന് തന്റെ വേൾഡ് ഹിസ്റ്ററി എഴുതി വെച്ചയാളാണ് നെഹ്റു. ഷാ നെഹ്റുവിന് മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നും ഒരു സ്വർഗ നരകമുണ്ടെന്നും തന്റെ ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയില്ല. അത് കണ്ടെത്തണമെങ്കിൽ അത് പറഞ്ഞൊരു സ്രോതസ്സുണ്ട്, വിശുദ്ധ ഖുർആൻ. അത് പറഞ്ഞൊരു മെസ്സഞ്ചർ ഉണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തെ അംഗീകരിക്കണം. മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിത്വത്തെ പുകഴ്ത്തി പറഞ്ഞു. പക്ഷേ മുഹമ്മദ് എന്ന് പറയുന്ന റസൂലിനെ കാണാൻ നെഹ്റുവിന് കഴിയാതെ പോയപ്പോഴാണ് നെഹ്റുവിനൊരു പരലോകത്തിൽ വിശ്വസിക്കാൻ കഴിയാതെ പോയത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് സ്വർഗം? 4 അരിവുകളുള്ള ഒരു മൈതാനമല്ല സ്വർഗം. സ്വർഗം എന്ന് പറയുന്നത് നാം ചിന്തിക്കുന്ന പോലെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നക്കും സതറൗന അഹ്ല ദറജാത്തിൽ ഉലാ. നിങ്ങൾ സ്വർഗത്തിൽ ചെല്ലുന്ന സമയത്ത് നിങ്ങളുടെ മുകളിലുള്ള സ്വർഗക്കാരെ നിങ്ങൾ കാണുന്നത് കമാ തറൗനൽ കൗകബൽ ഖുദുരിയ ഫിസ്സമായി. ആകാശത്ത് നിങ്ങൾ നക്ഷത്രങ്ങളെ കാണും പോലെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അടിയിലെ തട്ടിലുള്ള സ്വർഗത്തിൽ താമസിക്കുന്ന ആളും അതിന്റെ മുകളിൽ താമസിക്കുന്ന ആളും തമ്മിലുള്ള ദൈർഘ്യമാണ് പറയുന്നത്. ഭൂമിയിൽ നിന്നും സൂര്യനിലേക്ക് 15 കോടി കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പൊ ഇങ്ങനെ കോടിക്കണക്കിന് കിലോമീറ്റർ അകലങ്ങളാണ് സ്വർഗത്തിലെ 2 ദർജയിൽ താമസിക്കുന്ന ആളുകൾ തമ്മിലുള്ളത്. സ്വർഗം ഇത്ര വിശാലമാണ്. 4 നദികളുള്ള ഒരു ചെറിയ മൈതാനമൊന്നുമല്ല, തോട്ടമൊന്നുമല്ല സ്വർഗം എന്ന് പറയുന്നത്. അവസാനമായി നരകത്തിൽ നിന്ന് വന്ന് സ്വർഗത്തിലേക്ക് കടക്കുന്ന ഒരാളുടെ കഥ പ്രവാചകൻ സുവാസം പറയുന്നുണ്ട്. ഏറ്റവും അവസാനം അയാളാണ് നരകത്തിൽ നിന്ന് വരിക. ഇനി ഒരാളും നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് വരാനില്ല. അദ്ദേഹം പടച്ചോനോട് പറയും, അല്ലാഹുവേ, എന്റെ മുഖമൊക്കെ വാടിക്കരിഞ്ഞു, നീ എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെ മുഖത്തേക്ക് തീയടിക്കുന്നതൊന്ന് മാറ്റിത്തന്നെ. അല്ലാഹു തആല മനുഷ്യനോട് ചോദിക്കും, വേറൊന്നും ചോദിക്കൂലല്ലോ? ഇല്ല. അല്ലാഹു അത് നടത്തിക്കൊടുക്കും. അങ്ങനെ ആ മനുഷ്യൻ വീണ്ടും ആവശ്യപ്പെടും, പടച്ചോനെ സ്വർഗത്തിലൊന്നും എന്നെ കയറ്റണ്ട, ഇതിൽ നിന്നൊന്ന് പുറത്തിറക്കി തന്നാൽ മതി. അപ്പൊ അല്ലാഹു ചോദിക്കും, വേറൊന്നും ചോദിക്കൂലല്ലോ? ഇല്ല. അപ്പൊ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കും. അപ്പൊ ആ മനുഷ്യൻ സ്വർഗം കാണുന്നില്ല. അപ്പൊ അയാൾ പറയും, പടച്ചോനെ സ്വർഗത്തിൽ കയറണ്ടായിരിക്കും, എൻ്റെ അടുത്തൊന്ന് പോയി നിന്നാൽ മതി. അപ്പൊ അല്ലാഹു ചോദിക്കും, വേറൊന്നും ചോദിക്കൂലല്ലോ? ഇല്ല. അടുത്തതിന് മേലെ പറയും, ആ കാണുന്ന മരത്തിന്റെ അടുത്തൊന്ന് വിട്ടാൽ മതി, അകത്തേക്കൊന്നും പോകൂല. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവസാനം അയാൾ സ്വർഗത്തിലെത്തും. അപ്പൊ അല്ലാഹു തആല പറയും, നീ കയറിക്കും, നീ സ്വർഗത്തിലേക്ക് കയറിക്കും, നിനക്ക് സ്വർഗത്തിൽ ദുനിയാവിന്റെ 10 ഇരട്ടി സ്ഥലമുണ്ടെന്ന് പറയും. ഈ മനുഷ്യൻ നോക്കുമ്പോൾ സ്വർഗം നിറഞ്ഞതായിട്ടാണ് കാണുക. പക്ഷെ അല്ലാഹു പറയുന്നത്, ഈ ദുനിയാവിന്റെ 10 ഇരട്ടി സ്ഥലം നിനക്കുണ്ട് അവസാനം സ്വർഗത്തിൽ പോകുന്ന ആൾക്ക്. അപ്പൊ അല്ലാഹുവിനോട് ആ മനുഷ്യൻ ചോദിക്കും, ആ തസ്തഹ്സിഉ ബി, ഞാൻ പരിഹസിക്കുകയാണോ പടച്ചോനെ? നീ റബ്ബുൽ ആലമീൻ അല്ലേ, നീ പരിഹസിക്കുകയാണോ? അപ്പൊ അല്ലാഹു പറയും, പരിഹസിക്കല്ല, നീ കേറി നോക്കാൻ പറയും. ഈ മനുഷ്യന് പോലും ഈ ദുനിയാവിന്റെ 10 ഇരട്ടി സ്വർഗമുണ്ടെങ്കിൽ എമ്മൻ കാരശ്ശേരി മനസ്സിലാക്കിയതല്ല സ്വർഗം എന്ന് പറയുന്നത്.
സ്വർഗമെന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത, മാല അയിനത്ത്, ഒരു കണ്ണുകൊണ്ടും കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കൊണ്ടും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യനും ആലോചിക്കാൻ കഴിയാത്ത ഒരു സുഖലോലുപത, ശാശ്വതമായൊരു ജീവിതമാണ് സ്വർഗം എന്ന് പറയുന്നത്. നരകവും എങ്ങനെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആകാശങ്ങളെ സൃഷ്ടിച്ച ദിവസം ആകാശത്തു നിന്നൊരു കല്ല് നരകത്തിലേക്ക് ഇട്ടാൽ ഖിയാമത്ത് നാൾ വരെ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് കല്ലെത്തൂല. അത്ര വിശാലമായ, അത്രയും ആഴമേറിയതാണ് നരകം എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്വർഗ നരകം എന്ന് പറയുന്ന ഈ വിശാലമായ ഒരു ലോകത്തെക്കുറിച്ച് ഒരു മനുഷ്യന് മനസ്സിലാക്കണമെങ്കിൽ ഇത് പറഞ്ഞ സ്രോതസ്സിൽ വിശ്വാസം വേണം, ഖുർആനിൽ വിശ്വാസം വേണം. ഈ വിശ്വാസം ഉണ്ടായപ്പോഴാണ് സഹാബാക്കളായി മാറിയത്. ഒരു കാലത്ത് അവരും നിഷേധികളായിരുന്നു. പടച്ചോനെ നിഷേധിച്ചവരാണ്, സ്വർഗ നരകങ്ങളെ നിഷേധിച്ചവരായിരുന്നു. പക്ഷെ അവർക്ക് റസൂലിനെ വിശ്വാസം വന്നു. റസൂൽ സത്യസന്ധനാണെന്ന് മനസ്സിലായി, ഖുർആൻ സത്യമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഈ സ്വർഗ നരകങ്ങളെ നിഷേധിച്ച അതേ ആളുകൾ തന്നെ റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ തൃപ്തിപ്പെടട്ടെ എന്ന് ഇന്നും നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് പറയുന്ന ഒരു ഗ്രേഡിലൊക്കെ അവർ ഉയർന്നു. കഴിയും മനുഷ്യനെങ്ങനെ അവന്റെ യുക്തി മാറ്റി വെക്കണം. ചിന്തിക്കാൻ കഴിയാത്ത മേഖലകളിലേക്ക് അവന്റെ യുക്തിയെ കടത്തിവിടരുത്. അതല്ലേ മുഹമ്മദ് അസദ് എന്ന് പറയുന്ന മനുഷ്യൻ. സത്യത്തിൽ 20-ാം നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ വായിച്ച പുസ്തകമാണ് അസദിന്റെ പുസ്തകം, മക്കയിലേക്കുള്ള പാത എന്ന് പറയുന്ന പുസ്തകം. 20-ാം നൂറ്റാണ്ടിലെ ബെസ്റ്റ് സെല്ലറാണ് പുസ്തകം. ആരായിരുന്നു അദ്ദേഹം? ജർമ്മൻകാരനായ ജൂതനായിരുന്നു അദ്ദേഹം. അദ്ദേഹം ജർമ്മനിയിൽ നിന്നും ഹിജാസിലേക്ക് വന്നത് ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടിയാണ്. ഇസ്ലാമിനെതിരെ ജൂതന്മാർക്ക് വേണ്ടി ചാരപ്പണി എടുക്കാൻ വേണ്ടി ഹിജാസിൽ ഇറങ്ങിയ മനുഷ്യനായിരുന്നു മുഹമ്മദ് അസദ്. പക്ഷെ അദ്ദേഹത്തിന് ഹിജാസിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ, പരിശുദ്ധമായ ദീനിനെ കുറിച്ച് അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, മുസ്ലിമീങ്ങളുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് താൻ വന്ന ദൗത്യം ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാനുണ്ടായിരുന്നു. 1990 ജനിച്ചു, 1900 ജനിച്ചു, 1992 അദ്ദേഹം മരണപ്പെട്ടു. ഇന്നത്ര യുക്രൈനിലാണ് അദ്ദേഹം ജനിക്കുന്നത്, സ്പെയിനിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് പരിശുദ്ധ ഖുർആനിൽ ഒരു പരിഭാഷ എഴുതി മക്കയിലേക്കുള്ള പാത എന്ന പേരിൽ അദ്ദേഹം എഴുതിയ പുസ്തകം 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ പുസ്തകമാണ്. ഇസ്ലാമിക ലോകത്തെ വലിയ സ്കോളറായി മാറി, പത്രപ്രവർത്തകനായി മാറി, ചരിത്രകാരനായി മാറി. എപ്പോൾ തന്റെ യുക്തി മാറ്റിവെച്ചു, ഇസ്ലാമിനെ കുറിച്ച് നിഷ്പക്ഷമായി പഠിക്കാൻ തീരുമാനിച്ചു, ഖുർആൻ എന്താണെന്ന് നിഷ്പക്ഷമായി പഠിക്കാൻ തീരുമാനിച്ചപ്പോൾ ആ മനുഷ്യന് മാറേണ്ടി വന്നു. മാറാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് യുക്തിക്ക് പ്രവേശനമുള്ള മേഖലകളിലേക്ക് യുക്തിക്ക് കടക്കാൻ കഴിയുള്ളൂ. അല്ലാത്തടത്ത് തീർച്ചയായിട്ടും അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അദൃശ്യമായ കാര്യങ്ങളിൽ ഉറച്ചു വിശ്വസിക്കണം. വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, പരലോകമുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കണം. കാണാത്തൊരു ലോകം, കാണാത്തൊരു സ്വർഗം, കാണാത്തൊരു നരകം, ഇതിനെക്കുറിച്ച് അടിയുറച്ച് വിശ്വസിക്കാൻ കഴിയണമെങ്കിൽ ഈ പരിശുദ്ധ ഖുർആനിനെ സത്യസന്ധമാണെന്ന് വിശ്വസിക്കാൻ കഴിയണം. ഖുർആനിൽ എവിടെയാണ്? പരിശുദ്ധ ഖുർആൻ ധാർമ്മികതയ്ക്ക് ഏറ്റവും ഊന്നൽ നൽകിയൊരു മതമാണ് പരിശുദ്ധ ഇസ്ലാം. ഈ ഗ്രന്ഥവും അങ്ങനെയാണ്. സദാചാര വിരുദ്ധമായ ഒന്നിനും ഇസ്ലാം പ്രോത്സാഹനം നൽകില്ല. അതുകൊണ്ടല്ലേ വ്യഭിചാരത്തോട് പരിശുദ്ധ ഇസ്ലാമിനുള്ളതുപോലെ എതിർപ്പ് ലോകത്തേത് മതങ്ങൾക്കാണുള്ളത്? വലാ തഖറബു സിന, വ്യഭിചാരത്തോട് അടുത്തു പോകരുതെന്ന് പഠിപ്പിച്ച ഇത്ര വലിയ ധാർമ്മികതയുടെ മതമാണ് പരിശുദ്ധ ഇസ്ലാം. ഈ മതം എങ്ങനെയാണ് സ്വന്തം ബീജത്തിൽ പിറന്ന മകളെ കല്യാണം കഴിക്കാമെന്ന് പറയുക? അത് ചിന്തിക്കണ്ടേ? ഇത്ര വലിയ നുണ പറയുമ്പോൾ, ഇത്ര വലിയ കളവ് പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ ഒരിക്കലും അങ്ങനെ പറയില്ല എന്നുള്ള ഈ മതത്തെക്കുറിച്ച്, ഈ ഖുർആനിനെ കുറിച്ചുള്ള ഈ ഒരു അറിവെങ്കിലും വേണ്ടേ? വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിന്റെ 23-ാമത്തെ ആയത്തിൽ ആരെയൊക്കെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് ഖുർആൻ എണ്ണി പറയുന്നുണ്ട്. ഹുർരിമത്തലൈക്കും ഉമ്മഹാത്തുക്കും, നിങ്ങളുടെ ഉമ്മമാരെ വിവാഹം കഴിക്കരുത്. അപ്പോൾ ബനാത്തുക്കും, നിങ്ങളുടെ പെൺമക്കളെ വിവാഹം കഴിക്കരുത്. നിങ്ങളുടെ സഹോദരിമാരെ വിവാഹം കഴിക്കരുത്. മാതൃ സഹോദരിമാരെ, പിതൃ സഹോദരിമാരെ ഖുർആൻ ഇങ്ങനെ എണ്ണി പറയുന്നു. കൃത്യമായി ഖുർആൻ പറഞ്ഞിട്ടുണ്ട് പെൺമക്കളെ വിവാഹം കഴിക്കാൻ പാടില്ല. പിന്നെ തനിക്ക് ജനിച്ച ജാരസന്തതിയെ കുറിച്ചാണ് ചർച്ച എങ്കിൽ അവിടെയും 3 മദ്ഹബുകളുടെ വിഷയത്തിൽ തർക്കമില്ല. ഹനഫി മദ്ഹബിലും ഹംബലി മദ്ഹബിലും മാലിക്കി മദ്ഹബിലും ജാരസന്തതിയെ, സ്വന്തം ബീജത്തിൽ പിറന്നവൾ, അവിഹിത ബന്ധത്തിൽ പിറന്നവളെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന വിഷയത്തിൽ ഒരു തർക്കവുമില്ല എന്ന് ലോകത്താർക്കും തർക്കമില്ല. പിന്നെ തർക്കമുള്ളത് ഷാഫി മദ്ഹബിന്റെ വിഷയത്തിലാണ്. ഇപ്പോൾ ഷാഫി മദ്ഹബാണ് ഒരു പരിധിവരെ പ്രതികൂട്ടിലായിരിക്കുന്നത്. ഈ ഷാഫി മദ്ഹബ് കാരണം മുസ്ലിമീങ്ങളാകെ നാണംകേടായി എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഷാഫി മദ്ഹബ് ഏറ്റവും സൂക്ഷ്മതയുള്ളൊരു മദ്ഹബാണ്.
ഈ മദ്ഹബിന്റെ ഒരു പ്രത്യേകത, ധാർമ്മിക സദാചാര വിഷയങ്ങളിൽ ഷാഫി മദ്ഹബിന്റെ അത്ര കൃത്യതയും സൂക്ഷ്മതയും മറ്റൊരു മദ്ഹബിലും നമുക്ക് കാണാൻ കഴിയില്ല. ഞാനൊരു മദ്ഹബ് പക്ഷപാതിത്വം പിടിക്കുകയല്ല. സ്ത്രീയെ തൊട്ടാൽ ഒന്നുമുറിയുമെന്ന് പഠിപ്പിക്കുന്ന മദ്ഹബ്. എന്താ കുഴപ്പം? ഹനഫി മദ്ഹബിൽ സ്ത്രീയെ തൊട്ടാൽ ഒന്നുമുറിയില്ല. ഷാഫി മദ്ഹബ് ആ വാതിൽ തന്നെ അടക്കിയാണ്. തൊട്ടാൽ ഒന്നും ഉണ്ടായിട്ടല്ല. സത്യത്തിൽ തൊട്ടാൽ, അറിയാതെ തൊട്ടാൽ പോലും ഒന്നുമുറിയും. സത്യത്തിൽ നമുക്കിടയിൽ വലിയൊരു പ്രശ്നം തന്നെയാണത്. ഒരു വീട്ടിൽ ഷാഫി ഹനഫി ഉണ്ടെങ്കിൽ, ഭാര്യ ഭർത്താക്കന്മാർ ഒരാൾ ഷാഫി ഹനഫി ആണെങ്കിൽ പലപ്പോഴും അത് പ്രശ്നവുമാണ്. പക്ഷേ മദ്ഹബിന്റെ തീരുമാനം, ഷാഫി മദ്ഹബിന്റെ ആ വിഷയത്തിലുള്ള തീരുമാനം, അറിയാതെ തൊട്ടാൽ പോലും അന്യ സ്ത്രീയെ തൊട്ട് ഒന്നുമുറിയും. എന്തുകൊണ്ട്? അങ്ങനെ തൊടാനും നിൽക്കണ്ട, അതൊരു വേണ്ടായ്മയിലേക്ക് പോകണ്ട. സദാചാര വിഷയത്തിൽ ഇത്രയും ഒരു കൃത്യത പരിശുദ്ധമായ ഈ ഷാഫി മദ്ഹബിനുണ്ട്. അതുകൊണ്ടാണല്ലോ വലിയില്ലാതെയുള്ള നിക്കാഹ് ഹനഫി മദ്ഹബിൽ നടക്കും. ഷാഫി മദ്ഹബിൽ വലിയില്ലാതെ നിക്കാഹ് നടക്കില്ല. ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുന്ന വലിയ ഉണ്ടാകണം. ഇത്രയും സദാചാരപരമായി ചിന്തിക്കുന്ന ഒരു മദ്ഹബാണ് ഷാഫി മദ്ഹബ്. ഈ മദ്ഹബിൽ ഒരിക്കലും അങ്ങനെ ഒരു നിയമം പറയില്ല. പിന്നെ ഷാഫി മദ്ഹബിന്റെ കർശനമായ ഒരു സ്വഭാവത്തിന്റെ പേരിൽ, വ്യഭിചാരത്തോടുള്ള കൃത്യമായ എതിർപ്പിന്റെ പേരിൽ ആ വിഷയത്തെ ഒരു പിതൃത്വം കിട്ടുന്ന ഒരു രീതിയായിട്ട് ഇതിനെ കാണുന്നില്ല. അഥവാ ജാരസന്തതി ജനിച്ചാൽ, അവിഹിതത്തിലുള്ള ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടി ഇയാളുടെ മകളല്ല. പിതാവെന്ന നിലയ്ക്ക് ഇയാളിലേക്ക് ചേർക്കപ്പെടാൻ പാടില്ല. ഇയാളുടെ സ്വത്തിന് അവകാശമില്ല. ഒരു നിലയ്ക്കും ഒരു വംശപരമ്പര സ്ഥിരപ്പെടുകയില്ല. ഈ കൃത്യമായ ഒരു നിലപാട് ഊന്നി പറയാൻ വേണ്ടിയാണ് ഷാഫി മദ്ഹബിന്റെ ചില ഗ്രന്ഥങ്ങളിലൊക്കെ ഈ രീതിയിൽ അത് കറാഹത്താണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹറാമല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അങ്ങനെ വിവാഹം നടത്താമല്ല. കറാഹത്ത് എന്ന് പറഞ്ഞാൽ തന്നെ നല്ലതല്ലാത്ത കാര്യമെന്നാണ്. എന്നാൽ പിന്നെ എന്തുകൊണ്ട് കറാഹത്താക്കി? അതും പ്രബലമായ അഭിപ്രായങ്ങൾ വേറെ പലതും. വേറെ നിയമപരമായ നൈതികമായ ചില വിഷയങ്ങൾ അതിൻ്റെ പിന്നിൽ വരാനുള്ളത് കൊണ്ട് കൂടിയാണ് ആ ഗണത്തിൽ അതിനെ പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. എല്ലാ കാര്യങ്ങളെയും ലോജിക്കായി ബുദ്ധിപരമായി ചിന്തിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അത് സത്യം കണ്ടെത്താൻ കഴിഞ്ഞോളുന്നില്ല. ബുദ്ധി ഉപയോഗിക്കാനും ചിന്തിക്കാനും ആലോചിക്കാനും പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ബുദ്ധിക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത മേഖലകളിൽ മനുഷ്യൻ ആശ്രയിക്കേണ്ടത് ഇത് പറയാൻ അർഹതയുള്ള ആളെയാണ്. അതിന് അർഹതയുള്ള ആള് പടച്ച തമ്പുരാനാണ്. ആ പടച്ചവൻ പറഞ്ഞ നിയമമാണ് പരിശുദ്ധമായ ശരീഅത്ത് എന്ന് പറയും. ആ ശരീഅത്തിനെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഒരു ബുദ്ധിമാനായ മനുഷ്യൻ ചെയ്യേണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ ബുദ്ധി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന സ്വതന്ത്ര ചിന്തകരും യുക്തിവാദികളും മുസ്ലിമീങ്ങളൊക്കെ ഈ രീതിയിൽ നിഷ്പക്ഷമായി കാര്യത്തെ പഠിക്കാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ അവർക്ക് സത്യത്തെ കണ്ടെത്താൻ കഴിയും. അവർക്ക് ഇനിയും തിരിച്ചു വരാൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ശത്രുക്കളുടെ ഷറിൽ നിന്നും അള്ളാഹു ഈ ദീനിനെയും ഈ ദീനിന്റെ അനുയായികളെയും അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.